മാനത്തെ കൊട്ടാര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദിയമോളെയും കുട്ടി ചന്ദ്ര അകത്തേക്ക് വരുവാണ്ടോ. ഈ സമയം സുചിത്ര പറയണേ, ആഹാ ദിയക്കുട്ടി മിടുക്കിയാണല്ലോ, അച്ഛമ്മയെ കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, എൻ്റെ ചന്ദ്രികയുടെ നല്ല മനസ്സ് കാണാൻ ഈ കുഞ്ഞുമോളായ ദിയക്ക് വരെ സാധിച്ചു. മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷം ദിയക്കുട്ടി. അന്നേരം ദിയക്കുട്ടി മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയണേ, അതെ മുത്തശ്ശീനെ ഞാൻ കിളവിന്ന് വിളിച്ചതിന് മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ടട്ടോ, മുത്തശ്ശി എൻ്റെ സുന്ദര മുത്തശ്ശി തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി തിരികെ ദിയമോൾക്ക് ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണാകര കുറിപ്പിനെയാണ് കേട്ടോ. അന്ന് നടന്ന അപകടത്തെക്കുറിച്ച് ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുമായിരിക്കും കുറിപ്പ്. ഈ സമയത്തായിരിക്കും കുറിപ്പിൻ്റെ സെക്രട്ടറി ആയ രാജീവ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നിട്ട് രാജീവൻ പറയുന്നതാണ്, കുറിപ്പ് സാറ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ആലോചിച്ച് ആകെ ടെൻഷനിലാണല്ലേ. എന്നാൽ ഞാനൊരു വഴി പറയട്ടെ സാറ്, മാധവൻ്റെ കുടുംബവുമായിട്ടുള്ള ശത്രുതയെല്ലാം മറന്ന് അവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കണം. അവരോടുള്ള വെറുപ്പും ദേഷ്യമെല്ലാം മാറ്റിവെച്ചിട്ട് മാധവനുമായിട്ട് സാറ് സൗഹൃദം സ്ഥാപിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നീടൊരു കാലത്ത് രാജുവിൻ്റെ കേസ് അവർ പൊക്കിക്കൊണ്ട് വന്നാലും നിങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ ബന്ധം ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും സാറിനെ കൊണ്ട് തേച്ചു മാച്ച് കളയാൻ പറ്റും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം. അന്നേരം കുറിപ്പൊന്ന് ആലോചിച്ചിട്ട് പറയണേ, എന്താണെങ്കിലും തൻ്റെ ബുദ്ധി കൊള്ളാൻ രാജീവാ. ഞാൻ ആലോചിക്കുന്നത് ഈ ബുദ്ധി എന്താ എനിക്ക് നേരത്തെ തോന്നാഞ്ഞ എന്നാ. എന്താണെങ്കിലും ഓണമല്ലേ വരുന്നത്, താൻ പറഞ്ഞതുപോലെ തന്നെ ആ മാധവനോടും നല്ലൊരു ബന്ധം ഞാൻ സ്ഥാപിച്ചെടുക്കാം. എടോ, നമ്മുടെ പാർട്ടിയുടെ ആജീവനാന്ത സെക്രട്ടറി താൻ തന്നെയായിരിക്കും. എന്താ സന്തോഷമില്ലോ തനിക്ക്. പിന്നീട് കാണിക്കുന്നത് കുറിപ്പ് അമ്മേനെയും ഭാര്യേനെയും ജിതേന്ദ്രൻ്റെ ഭാര്യേനെ എല്ലാവരും താഴത്തേക്ക് വിളിക്കുവാണ്. അങ്ങനെ അവരെല്ലാവരും എന്താ കാര്യം ഇങ്ങനെ വന്ന് ചോദിക്കുവാണ്. ഈ സമയം കുറിപ്പ് പറയണേ, ഞാനേ ഹരിതമോളുടെ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോകുക. അവളോട് ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കേട്ടിരിക്കണം. അങ്ങനെ പറഞ്ഞ് ഫോൺ സ്പീക്കറിലിട്ട് ഹരിതേനെ വിളിക്കുക. അപ്പോൾ ഹരിതക്കാണെങ്കിൽ അച്ഛൻ്റെ കോൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അച്ഛാ എന്ത് പറ്റി, എന്താ ഈ സമയത്ത് വിളിച്ചത്? അന്നേരം കുറിപ്പ് പറയണേ, മോളെ നീ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അതിനുശേഷം വല്ലാത്തൊരു മനപ്രയാസം പോലെ. ആ വീട്ടുകാർ ഇത്ര വലിയൊരു ദുഃഖം അനുഭവിക്കുമ്പോൾ ഞാനങ്ങനെ അവരോട് ശത്രുത കാണിച്ച് മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും കാണാനും അവരോടൊപ്പം ഒന്നിച്ച് ഓണസദ്യ കഴിക്കാനും വേണ്ടിയാണ് ഞാൻ വരുന്നത്. അതേക്കുമ്പോൾ ഹരിതക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോ വെച്ചാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം കുറിപ്പ് പറയണേ, ഞാൻ നിന്നെ കളിപ്പിക്കാൻ പറയുവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ ഞാൻ മാത്രമല്ല നിൻ്റെ അമ്മയും കൂടി വരുന്നുണ്ട്. അതേക്കുമ്പോൾ ഹരിതക്ക് ഭയങ്കര സന്തോഷമാകുക. അച്ഛാ ഇക്കാര്യം ഞാൻ ഇപ്പം തന്നെ ഇവിടെ എല്ലാവരും അറിയിക്കട്ടെ. എന്നാൽ ശരി മോളെ, നാളെ കാണാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുവാണ് കേട്ടോ. ഈ സമയം കുറിപ്പിൻ്റെ ഭാര്യ സുമലത പറയണേ, എന്താണെങ്കിലും നന്നായി കുറിപ്പേട്ടാ, അല്ലെങ്കിലും ഈ ശത്രുതയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം. ഈ സമയം ജിതേന്ദ്രൻ്റെ ഭാര്യയെ വിദ്യയൊക്കെ അതിനനുകൂലിച്ച് തന്നെ സംസാരിക്കുവാണ് കേട്ടോ. എന്നാൽ കുറിപ്പിൻ്റെ അമ്മ ദേഷ്യപ്പെടുവാണ്. ആ കുടുംബത്തോട് ഒരു കൂട്ടുകെട്ടും വേണ്ടെന്ന എൻ്റെ അഭിപ്രായം. നീ നാളെ ഒരിടത്തേക്കും പോകുന്നില്ല. നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തിയ ആ കുടുംബമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. അന്നേരം കുറിപ്പ് പറയണേ, എൻ്റെ അമ്മ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും. ഞാനിങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് എൻ്റെ രാഷ്ട്രീയ ഭാവിക്കും നല്ലതല്ല. മാധവന് കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തെ കുറേ ആൾക്കാരെ മാധവനിലൂടെ എനിക്ക് ക്യാൻവാസ് ചെയ്തെടുക്കാൻ പറ്റും. അതെൻ്റെ രാഷ്ട്രീയ ഭാവിക്കും കൂടിയാണ് നല്ലത്. അതേക്കും അമ്മ പറയണേ, ഓ അങ്ങനെയാണല്ലേ. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പരമാവധി വോട്ട് മേടിക്കുകയാണ്. അത് ഏത് വഴി കൂടിയാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ ഞാൻ നടക്കട്ടെ. നീ അങ്ങോട്ടേക്ക് നാളെ പോവും. സുമലതേ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുക. ഈ സമയം കുറിപ്പ് പറയണേ, ബന്ധനെയും അതിലൂടെ അവിടെയുള്ള കൊച്ചിനെയും ഒതുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്ന് ഇവരാരും അറിയുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്ടോ കുറിപ്പ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രികേനെയും സുചിത്രേനെയും ഒക്കെയാണ്. ഈ സമയം പുതിയ ഡ്രസ്സൊക്കെയാണ് ഞാൻ ഹരിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മ എൻ്റെ ഡ്രസ്സ്? നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചന്ദ്രികയ്ക്ക്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാ പിണക്കങ്ങളും പരിഭവമൊക്കെ മാറി ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നതാ. അതുകൊണ്ട് തന്നെ സദ്യക്കും ഭക്ഷണത്തിനൊന്നും ഒരു കുറവുണ്ടാകാൻ പാടില്ല. അന്നേരം സുചിത്ര പറയണേ, ഓ ഇന്നെങ്കിലും നീ അടുക്കളയിലേക്കൊന്ന് കയറിയല്ലോ. ഇവിടെ വരുന്നത് നിൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്. അവർക്ക് വേണ്ടിയുള്ള സദ്യയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെടുക്കുന്നതിനേക്കാളും 5 മടങ്ങ് പണിയുന്ന കൂടുതലെടുക്കണം. ഇന്നെങ്കിലും നിനക്കൊന്ന് അടുക്കളയിൽ ഒരു സഹായിച്ചൂടെ? അന്നേരം ഹരിത പറയണേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അമ്മ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ. പിന്നെ അമ്മയെ സഹായിക്കാൻ ഏടത്തി ഇവിടെ ഇല്ലേ? ഏടത്തിൻ്റെ അമ്മയ്ക്ക് വീടുകളിൽ ജോലി ചെയ്ത് നല്ല ശീലമുണ്ടല്ലോ. ആ പാരമ്പര്യം ഏട്ടത്തിക്ക് ഉണ്ടാവുമല്ലോ. അതേക്കുന്ന സുചിത്രക്കാർക്ക് ദേഷ്യം പറയണേ, ദേ നീ എൻ്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയാനൊന്നും അത് കേട്ട് നിൽക്കാനൊന്നും എന്നെക്കൊണ്ടാവില്ല. എൻ്റെ അമ്മ വീട്ടുജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എന്നെ വളർത്തി വലുതാക്കിയതും. അല്ലാതെ നിന്നെ നിൻ്റെ വീട്ടുകാരെ പോലെ കുടുംബമായ്മ പറഞ്ഞ് നടക്കുകയല്ല.
ഈ സമയം അവർ രണ്ടുപേരും കൂടി തല്ലുകൂടുന്നത് കണ്ട് മുത്തശ്ശി വരുവാണ്ടോ അങ്ങോട്ടേക്ക്. എൻ്റെ ചന്ദ്രികയെ രണ്ടാളിനെ ഒന്ന് നീ തണുപ്പിച്ചേ. അന്നേരം ചന്ദ്രിക പറയണേ, ഹരിതമോളെ, മോളുടെ വീട്ടുകാർക്ക് ഒരു കുറവും ഞങ്ങൾ വരത്തില്ല. മോള് ടെൻഷനൊന്നും അടിക്കണ്ട, മോൾ ഇവിടുന്ന് പൊക്കോ. സദ്യയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഹരിത അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ചന്ദ്രിക സുചിത്രയോട് പറയണേ, സുചിത്ര മോളെ, എല്ലാ പിണക്കങ്ങളും മാറ്റി അവളുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഹരിത. നീ അവളുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ഓരോന്ന് പറയണ്ട. അന്നേരം മുത്തശ്വരന് ഭാഗ്യം, തൽക്കാലത്തേക്ക് ഒരോണത്തല്ലൊഴിവായി കിട്ടി. പിന്നീട് കാണിക്കുന്നത് വന്ദനയും വർഷയും ഹരിതയും സുചിത്രയും എല്ലാവരും ചേർന്ന് മുറ്റത്ത് പൂക്കളിടുവാണ്. ഈ സമയത്താണ് കുറുപ്പും സുമലതയും അവിടെ എത്തുന്നത്. അങ്ങനെ അച്ഛനെ കാണുന്നതും ഹരിത ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം ചന്ദ്രികയും മുത്തശ്ശിയും വന്ന് അവരെ അകത്തേക്ക് സ്വീകരിക്കുവാണ് കേട്ടോ. അങ്ങനെ കുറുപ്പ് പറയുക, ഓണനാളിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയാ. പക്ഷേ എന്തു ചെയ്യാനാ, മാധവനെ കാണാൻ പറ്റിയില്ലല്ലോ. അന്നേരം മനോജ് പറയണേ, അത് പിന്നെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഓണ സെലിബ്രേഷനും ഓണസദ്യയൊക്കെ ഉണ്ട്. അതിനൊക്കെ മുൻകൈ എടുക്കുന്നത് അച്ഛനാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അച്ഛൻ ഇവിടെ എത്തും. അന്നേരം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാമല്ലോ. ഈ സമയം കുറിപ്പ് പറയുന്നുണ്ട്. പിന്നെ ഹരിതമോള് പറഞ്ഞ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. പിന്നീട് ഹരിത വന്ദനയെ കാണിച്ചു കൊടുക്കുക, ഇതാച്ച വന്ദനേച്ചി. അങ്ങനെ കുറിപ്പ് വന്ദനയുടെ അരികിൽ പോയി വന്ദനേനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണേ, മോള് വിഷമിക്കേണ്ട, എല്ലാം വിധിയാണ്. ഈ സമയം സുമലത പറയണേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മറ്റെന്തോ നല്ലത് മോൾക്ക് വേണ്ടി വരാനിരിക്കുന്നുണ്ടെന്നുള്ള സൂചന തരാൻ വേണ്ടിയാ. ഈ സമയം വന്ദന സങ്കടത്തോടെ കരഞ്ഞോണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ചന്ദ്രിക പറയണേ, ഈ നടന്ന അപകടം ആരോ കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അത് കേൾക്കുമ്പോൾ കുറിപ്പ് വല്ലാതെ ഒന്ന് ടെൻഷനാകുവാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രിക പറയണേ, ആ ഇടിച്ച വാഹനം നിർത്തിയിട്ട് അവരെ ഒന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ രാജീവ് സാറിനെ അമ്മയും ചിലപ്പോൾ ജീവനോട് കൂടി കിട്ടിയാനേ. എന്നാൽ അവർക്കിത് ചെയ്യാനുള്ള മനസ്സുണ്ടായില്ല. എൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോയില്ലേ. അങ്ങനെ ചെയ്തതാരായാലും അവരൊരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് കുറിപ്പ് വല്ലാതെ ടെൻഷനാകുവാണ്. ഈ സമയം സുമലജൻ പറയണേ, അങ്ങനെ ആരെങ്കിലും ഇതുപോലൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ കുടുംബം ഒരിക്കലും ഗുണം പിടിക്കില്ല, നശിച്ചേ പോകത്തുള്ളൂ. അത് കേൾക്കുന്നതും കുറിപ്പ് ദേഷ്യപ്പെടണേ, സുമലതെ നീ ഒന്ന് നിർത്ത്, ഇതൊരു ഓണക്കാലമല്ലേ, മറ്റെന്തിനെക്കുറിച്ചെല്ലാം സംസാരിക്കാനുണ്ട്, വല്ല നല്ലതെന്തെങ്കിലും പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തിലെ പുറത്തേക്ക് പോകുവാണ്ടോ. ഈ സമയത്ത് പ്രകാശൻ്റെ മോനും വിനുവും കൂടി അങ്ങോട്ടേക്ക് എത്തുക. എന്നിട്ട് അവർ പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. ഈ സമയം പ്രകാശൻ ചോദിക്കണേ, അല്ല സാറേ, ഈ രാജീവ് സാറിൻ്റെ മരണത്തിൻ്റെ വന്ദനക്ക് എന്തെങ്കിലും കോമ്പൻസേഷനോ മറ്റോ കിട്ടുമോ? അതേക്കുന്നതും കുറിപ്പുള്ളി ദേഷ്യത്തോടെ പറയണേ, കോമ്പൻസേഷൻ നീയും നിൻ്റെ അനിയൻ മനോജൊക്കെ കൂടി എൻ്റെ കുടുംബത്തെ നാണം കെടുത്തിയതിന് ഞാൻ 2 തരികെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയം പ്രകാശൻ ചോദിക്കണേ, സാറൊന്നും പറഞ്ഞില്ല. അന്നേരം കുറിപ്പ് പറയണേ, ഞാൻ കോമ്പൻസേഷനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ശരിയാക്കി തരാം. അതേക്കുമ്പോൾ പ്രകാശന് സന്തോഷമൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് അവരെല്ലാവരും കൂടി ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. ഓരോരുത്തരെ ഊഞ്ഞാലിലാടുന്നതും പിന്നീട് എല്ലാവരും ചേർന്ന് ഓണസദ്യ കഴിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം കുറുപ്പും സുമലതയും കൂടി പോകാൻ നിൽക്കുമായിരിക്കും. അന്നേരം മനോജിനോട് കാലിൽ വീണ അനുഗ്രഹം വാങ്ങിക്കാൻ ഹരിത പറയുവാണ്. അങ്ങനെ മനോജോട് ചെന്ന് കാലിലൊക്കെ വീണ് അനുഗ്രഹിക്കണമെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഈ സമയം മനോജിൻ്റെ കാലിലിട്ട് കുറുപ്പൊരു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.